എന്താണ് ആക്ച്വലി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? ഇന്നലത്തെ ഒരു ഡിഫീറ്റ്, അർജന്റീന ഈജിപ്റ്റ് മാച്ചിൽ മുങ്ങിപ്പോയ സ്പോർട്സ് ലോകം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴായിരിക്കും പലരും വിചാരിക്കുന്നത്, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ പോലും പലരും വിചാരിക്കുന്നത് ഇന്ത്യ അങ്ങനെ ഒരു ഡിഫീറ്റിലായിരുന്നു ഇന്നലെ. അപ്പോൾ എല്ലാവരുടെ സഞ്ജു സാംസൺ എന്ന് പറയുന്ന പ്ലെയറെ മാറ്റി നിർത്തിയതുകൊണ്ട് മാത്രം. എനിക്ക് സഞ്ജുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടു സഞ്ജുവിനെ എന്തുകൊണ്ട് അവോയ്ഡ് ചെയ്യുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ഗൗതം ഗംഭീർ പറയുന്നത് സഞ്ജു ഫോമിലല്ലാത്തതുകൊണ്ടാണ്. വേൾഡ് കപ്പിൽ സഞ്ജു ചെയ്തതെല്ലാം വേറെ ലെവല്, പക്ഷേ സഞ്ജു ഇപ്പോൾ ഫോമിലല്ല. അപ്പോൾ എല്ലാ പ്ലേയേഴ്സും ഫോമിലാണോ? ഈ പറയുന്ന പിച്ചുകളിൽ എല്ലാവരും പോയി നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു പരാജയം എങ്ങനെ വരുന്നത്? ഓക്കെ, വേറൊരു വശത്തിൽ സഞ്ജുവിനെ ടീമിൽ കളിപ്പിച്ചതുകൊണ്ട് ഇന്ത്യ ജയിക്കണമെന്നുണ്ടോ? അവിടെ എന്തൊക്കെയോ വലിയ തകരാറുകളുണ്ട്. വ്യക്തിപരമായ പ്ലേയേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രേയസ് അയ്യറിനെ കുറ്റപ്പെടുത്താം, ലൈക്ക് കൺസിസ്റ്റൻ്റ് അല്ലാതെ കളിക്കുന്ന കുറേ പ്ലേയേഴ്സിനെ കുറ്റപ്പെടുത്താം. പക്ഷേ എന്താണ് പുറത്തെ പിച്ചുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഫ്ലാറ്റ് പിച്ചുകളിൽ ബോളേഴ്സിനെ എടുത്തിട്ട് അമ്മാനമാടിക്കൊണ്ടിരുന്ന ആൾക്കാർ അവിടെ പോയിട്ട് അവിടെയും കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് കാണിക്കണ്ടായി. എന്താ പറയുക, ഒരു ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയി പ്ലേയേഴ്സ് ബിഹേവ് ചെയ്യുന്ന പോലെ തോന്നുന്നു. കാരണം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കളിച്ചാൽ ജയിക്കാവുന്നതാണ്. ഞാൻ ഉറപ്പായിട്ടും ഇംഗ്ലണ്ട് വേറെ ലെവലായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് തന്നെയാണ് ജയിച്ചതെന്ന് ഉറപ്പിക്കുമ്പോൾ പോലും ഒന്നുകൂടെ ശ്രദ്ധിച്ച് കളിച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ പരാജയമൊക്കെ വരും. ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റില്ലേ? ആൻഡ് കോച്ചിങ്ങിൽ ഉള്ള പ്രശ്നങ്ങളാണോ, ക്യാപ്റ്റൻസിയിലുള്ള പ്രശ്നങ്ങളാണോ, അതൊക്കെ അവിടെ ഫിഗർ ഔട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്കിത് സംസാരിക്കുമ്പോൾ നമുക്ക് സഞ്ജുവിന് കിട്ടാത്ത അവസരങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിക്കാൻ, സഞ്ജു കളിച്ചിരുന്നെങ്കിൽ, ഒരു നല്ല ഇന്നിങ്സ് കളിച്ചിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി സഞ്ജുവിന് അവസരങ്ങൾ കിട്ടണം. സഞ്ജുവിന് റെസ്റ്റ് കൊടുക്കുന്നതിനുള്ള റീസൺ ഒന്നും മനസ്സിലാവുന്നില്ല, ശരിക്കും മനസ്സിലാവുന്നില്ല. ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനോട് നമ്മൾ ആ കോഴ വിവാദം നടന്ന സമയം മുതലേ നമ്മൾ അത്രത്തോളം ഇന്ത്യൻ ക്രിക്കറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും വീഡിയോസ് പറയാറുണ്ട്, ഈ CSK, CB അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഫുട്ബോൾ നേഷൻസ്, അവരെയൊക്കെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ അവരൊക്കെ തകരുമ്പോഴും അവരുടെ ഫാൻസ് അവരുടെ കൂടെ നിൽക്കുന്നു. പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കൂടി ഇങ്ങനെ ഫാൻസ് നിൽക്കുന്നത്. എന്നെപ്പോലെ എനിക്കറിയാം കേട്ടോ, ഞാൻ ഇന്ത്യ എപ്പോൾ തോറ്റു കഴിഞ്ഞാലും ഞാൻ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാതെ, പ്ലേയേഴ്സിനെ ഇൻഡിവിജ്വലി അറ്റാക്ക് ചെയ്യാതെ, അതെന്തുകൊണ്ട് സംഭവിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ പ്ലേയേഴ്സ് പെർഫോമൻസിലുള്ള പ്ലേയേഴ്സിനെ വീണ്ടും ബാക്കപ്പ് ചെയ്യുന്നു കാണുമ്പോഴത്തേന് സഞ്ജുവിനെ പോലുള്ളവരെ അവോയ്ഡ് ചെയ്യുമ്പോൾ അങ്ങനെ വിഷമിക്കുന്ന ആളാണ് ഞാൻ. അല്ലാണ്ട് ഞാൻ ഇതുവരെയായിട്ടും ടീമിനെ അറ്റാക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് ഫിഗർ ഔട്ട് ചെയ്തിട്ട് ഇന്ത്യ അവിടെയൊക്കെ പോയി ജയിക്കണം. കാരണം IPL പോലെ പണം വാരുന്ന ഒരു ലീഗിൽ ഭയങ്കര പെർഫോമൻസ് പ്ലേയേഴ്സ് നടത്തുകയും പുറത്തുള്ള പിച്ചുകളിൽ പോയിട്ട്, ഇതെല്ലാം ക്രിക്കറ്റ് തന്നെയല്ലേ കളിക്കുന്നത്, അവിടെ പോയിട്ട് മോശമായിട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേന് ലൈക്ക് ഇപ്പം ശ്രേയസ് അയ്യർ തന്നെ, ലൈക്ക് നിങ്ങൾ ക്യാപ്റ്റൻസിയിലുള്ള പെർഫോമൻസ് നോക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ ഈ ഷോർട്ട് ബോളുകളൊക്കെ നേരിടുമ്പോൾ ഉള്ള പ്രശ്നം, ഈ നല്ല ബൗൺസ് ഉള്ള നല്ല നല്ല പിച്ചുകൾ, ഇപ്പം നമ്മൾ തന്നെ നാട്ടിൽ കളിക്കുന്ന സമയത്ത് ഐ എം സെയിങ്, നമ്മൾ എറണാകുളത്തെ പിച്ചുകളൊക്കെ കളിക്കുമ്പം നമ്മൾ ബോൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസവന്മാരെല്ലാം അടിപൊളിയായിട്ട് കളിക്കും. ഇവിടെ നിന്ന് നേരെ തിരിച്ച് വയനാട് പോയി കളിച്ചാലോ, തൊടുപുഴയിലെ ഗ്രൗണ്ടിൽ കളിച്ചു കഴിഞ്ഞാൽ ബസവന്മാർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിൽ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന ബസവന്മാരെയല്ലേ ഒരു വേറെ ലെവൽ ലെജൻഡറി പ്ലേയേഴ്സായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പ്ലേയേഴ്സ് തന്നെയാണ്. പക്ഷേ പുതുതായിട്ട് വരുന്ന പല പ്ലേയേഴ്സിനും പല സിറ്റുവേഷൻസിൽ കളിക്കാൻ എക്സ്പീരിയൻസ്ഡ് അല്ല. ഇപ്പം ജോഫ്ര ആർച്ചർ തന്നെ 15 ബോളുകളിൽ സൂര്യവംശി എടുക്കുമെന്ന് പറയുമ്പം സൂര്യവംശിയുടെ അവിടെ ഉള്ളൊരു ലിമിറ്റേഷൻ ജോഫ്ര ആർച്ചറിന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. സോ ശരിക്കും ഇവിടെ ഇന്നലത്തെ തോൽവി, സഞ്ജു സാംസനെ മാറ്റി നിർത്തുന്നത്, ഇതൊക്കെ ആക്ച്വലി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇനി സഞ്ജു സാംസന് കൂടുതൽ അവസരങ്ങൾ കിട്ടണം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ ഒരു തോൽവിയിൽ നിന്ന്, ഇതിപ്പം വേൾഡ് കപ്പ് ആയതുകൊണ്ട് ഒരുപാട് അറ്റാക്കൊന്നും വന്നില്ല, എന്നാലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരൊന്ന് ട്രോൾ ചെയ്യുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമുണ്ട്. ഇതല്ല നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, ഇങ്ങനെ കളിക്കുന്നവരല്ല. ഇപ്പോൾ ഇന്നലെ അർജൻറ്റീന തിരിച്ചു വന്ന വരവില്ലേ, അതുപോലെ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നവരാണ് ഇന്ത്യ. ഒരു ടീമിനും ഇന്ത്യനെ അങ്ങനെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനൊരു മാർജിനെ തോൽപ്പിക്കാൻ ഒരിക്കലും പറ്റൂല. ഇംഗ്ലണ്ട് വേറെ ലെവലായിട്ട് കളിച്ചു. എന്നാലും ഞാൻ പറഞ്ഞത്, ഒരു ടീമിനും ഇന്ത്യയുടെ ഇപ്പോൾ ശ്രേയസ് അയ്യർ ശരിക്കുള്ള ഫോമിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല പ്ലേയേഴ്സും, നമ്മുടെ ബോളിംഗ് അറ്റാക്ക്, നമ്മുടെ ഫീൽഡിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് അറിയത്തില്ല. നന്നായിട്ട് ഇപ്പോൾ പിച്ച് മാറുന്നതുകൊണ്ടോ ഗ്രൗണ്ട് മാറുന്നതുകൊണ്ടോ ഫീൽഡിങ്ങിൽ എങ്ങനെ ഇത്ര പിഴവുകൾ വരുന്നത്? ഐ എം നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളും പറയുക. ആൻഡ് ലെറ്റ്സ് ഹോപ്പ് നെക്സ്റ്റ് വീഡിയോ എത്തുമ്പോഴത്തേന് ഇന്ത്യ വമ്പനൊരു കംബാക്ക് നടത്തിയതാവട്ടെ. ഈ പറയുന്ന പലരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ, പ്ലേയേഴ്സിനെ ഇൻഡിവിജ്വലി അറ്റാക്ക് ചെയ്യുന്നവരെല്ലാം വായടയ്ക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കൊടുക്കാൻ പറ്റട്ടെ. സഞ്ജു മനസാന്നിധ്യം, ഐ ഫീൽ സഞ്ജു ഇത് ഒരുപാട് നേരിട്ടിട്ടുള്ളതാണ് പല ടീമുകളിൽ, പല സാഹചര്യങ്ങളിൽ. സഞ്ജു തിരിച്ചൊരു നല്ല ഇന്നിങ്സ് കളിക്കും. ആൻഡ് ഐ ഹോപ്പ് നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുമ്പോഴത്തേന് സഞ്ജുവിൻ്റെ ഒരു കിടിലൻ ഇന്നിങ്സ് ഉണ്ടാകും. സഞ്ജുവിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. സഞ്ജു അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പാഷൻ വെച്ചിട്ട്.
ഈ തിരുവനന്തപുരത്തെ ഗ്രൗണ്ടുകളിൽ അത്രത്തോളം കാലം പ്രാക്ടീസ് ചെയ്ത് റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്ത് ഒരു പോയിന്റിലെത്തിയിട്ട് വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി അടിച്ചു തന്നിട്ട് അടുത്ത 3 കളിയിൽ പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിൽ പുറത്താവുക ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് ദെയർ. ആൻഡ് ഇത്രയും കിടിലൻ പ്ലേയേഴ്സ് പോയിട്ട് ഇംഗ്ലണ്ടിൽ എന്താ അയർലൻഡിൽ എന്താ കാണിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമുക്ക് മനസ്സിലാവില്ല. മെല്ലെ വെയിറ്റ് ചെയ്യാം. ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ നമുക്കിതിനെ എടുക്കാം. ഇന്ത്യ തിരിച്ചു വരും, സഞ്ജു തിരിച്ചു വരും. ലെറ്റ്സ് സീ.